എൻ്റെ പേര് റജി തോമസ്. എൻ്റെ സ്വദേശം ചുനക്കര സെൻറ്റ് തോമസ് മാർത്തോമ ഇടവാംഗമാണ്. ഞാൻ ഇപ്പോൾ കറ്റാനം സെൻറ്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിലെ ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നു. 2008 മുതൽ 14 വരെ മാരാമൺ അതുപോലെ കോഴഞ്ചേരി 2 കരയിലായി 2 ഇടവകയിൽ ഇരിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് ഈ മാരാമൺ കൺവെൻഷൻ്റെ കാൽനാട്ട് കർമ്മം മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വന്ന് പങ്കെടുക്കുവാൻ ദൈവം സഹായം നൽകി. അതൊക്കെ സന്തോഷത്തോടെ ഓർക്കുന്നു. 2022 ഏപ്രിൽ മാസം ഉണ്ടായൊരു വീഴ്ചയെ തുടർന്നാണ് ഞാനിപ്പോൾ വീൽ ചെയറിലായിരിക്കുന്നത്. ചെറിയ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ഇറങ്ങാൻ ഏണിയിൽ കാല് വെച്ചപ്പോൾ ഏണി മറിഞ്ഞുപോയി. ഞാൻ പുറകോട്ട് വീണു. എൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചുറിയായി. എനിക്കിപ്പോൾ അരയ്ക്ക് താഴോട്ട് സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ എൻ്റെ വീഴ്ചയെ തുടർന്ന് 40 ദിവസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. 50 ദിവസം ICUവിൽ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലായിരുന്നു. പിന്നീട് 65 ദിവസത്തോളം കിംസിലും പിന്നെ ഒരു 6 മാസത്തോളം വെല്ലൂർ മെഡിക്കൽ കോളേജിലുമായിട്ട് 8 മാസത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടേണ്ടതായിട്ട് വന്നു. ആ വീഴ്ചയിലെ ആദ്യ അനുഭവങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കുകയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ ദൈവം ഇത്രത്തോളം ആരോഗ്യം നൽകി. നവംബർ മാസം 2020 നവംബർ മാസം 2-ാം ഞായറാഴ്ച എനിക്ക് വെല്ലൂരിൽ അവിടുത്തെ മാർത്തോമ പള്ളിയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഈ നാളുകളിൽ പല ഇടവകളിൽ പോകുവാൻ, എൻ്റെ സാക്ഷ്യം പറയുവാൻ, വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാൻ ദൈവം അവസരം നൽകുന്നു. പ്രത്യേകിച്ച് സഭാമക്കളുടെ വലിയ പ്രാർത്ഥന, സഭാപിതാക്കന്മാരുടെ വലിയ പ്രാർത്ഥന, അവരുടെയൊക്കെ പ്രാർത്ഥനയും സഹായമൊക്കെ ഈ നാളുകളിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുന്നു. പ്രത്യാശയോടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ തൊക്കണം. ദൈവം നല്ലവനാണ് എന്നുള്ള വലിയ സാക്ഷ്യം മറ്റുള്ള പറവാൻ ഈ നാളുകളിൽ ദൈവം എന്നെ ശക്തീകരിക്കുന്നു. പ്രത്യേകിച്ച് മലങ്കര മാർത്തോമ മർത്തപ്പോലത്തെ തിരുമേനിയുടെയും അതുപോലെ മറ്റ് തിരുമേനിമാരുടെയൊക്കെ അവരുടെ സഹായങ്ങൾ ഈ നാളുകൾ ആ സമയത്തൊക്കെ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ ദൈവം ശക്തീകരിച്ചു. 2022 ഏപ്രിലാണല്ലോ വീണത്. ഞാൻ ഡിസംബറിലാണ് തിരിച്ച് നാട്ടിൽ വന്നത്. ആ വർഷം പള്ളിപ്പുരയിടത്താണ്. ഞാൻ വെല്ലൂരിൽ നിന്ന് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പഠിക്കുന്ന MBBS പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ അന്നായിരുന്നത് വെല്ലൂർ ബാഹായത്തുള്ള റീഹാബ് സെൻ്ററിലാണ്. അപ്പോൾ ആ സമയത്ത് ക്രിസ്മസ് കരോൾ സർവീസൊക്കെ നടത്തിയിട്ട് ഡോക്ടേഴ്സൊക്കെ ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഈ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അച്ഛൻ ഒരു മിറക്കിളാണ്, അച്ഛനൊരു ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ആ ഭാഗ്യ അവസ്ഥ. കാരണം ഈ ഇങ്ങനെയുള്ള വീഴ്ചയുടെ അനുഭവങ്ങളിൽ തലയ്ക്ക് കഴുത്തിന് താഴോട്ടൊക്കെ സെൻസേഷൻ നഷ്ടപ്പെട്ട അനേകരെയൊക്കെ വെല്ലൂരിലൊക്കെ കാണുവാനിടയിൽ തീർന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവം എന്നെ ഇത്രത്തോളം ബലത്തോടെ നിർത്തുന്നു, എൻ്റെ കുടുംബത്തെ സഹായിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നമ്മോട് പറയുന്ന പോലെ, ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ, ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കുമെന്നും അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്നും അറിയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം അവസാന അധ്യായത്തിൽ പറയുന്നു, നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് നിന്നെ കാണുവാൻ സാധിച്ചു. ഞാൻ വിശ്വാസ കണ്ണാൽ ദൈവം എനിക്ക് വിടുതൽ നൽകും, എന്നെ എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കും എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.